ഹായ്, ഗുഡ് മോർണിംഗ്. ഉത്രാടദിനാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം വീണ്ടും മുന്നോട്ട് കുതിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂടുതലായിട്ട് നീട്ടി സംസാരിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയാൻ കാരണം, നമ്മൾ ചില്ലുകൂട്ടിലെ മാവേലി എന്ന് പറഞ്ഞ പോലെ ചില്ലുകൂട്ടിലെ മാവേലി ആളുടെ ഡ്രസ്സുകൾ, അതുപോലെ തന്നെ ആളുടെ ആഭരണങ്ങളും ആളുടെ അലങ്കാരങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു രംഗമാണ് കണ്ടത്. പിന്നെ ഇപ്പം ഈ കണ്ടത് നമ്മൾ പല റീലുകളിലും കണ്ടു. ഒരു പുലി, സാധാരണ നമ്മൾ പുലികൾ എന്ന് പറയുമ്പോൾ വളരെ ഈസിയാണ്, നമുക്ക് പറയാൻ വളരെ ഈസിയാണ്. കാരണം ഇതിന് വളരെ സിമ്പിളായിട്ട് നമ്മൾ പുലികൾ ഇറങ്ങി എന്നൊക്കെ പറയും. അത് വലിയ സംഭവമാണ്. അതിൻ്റെ പിന്നിലത്തെ വർക്കുകൾ എന്ന് പറയാൻ വലിയ വലിയ സംഭവങ്ങൾ. അതായത് നമ്മുടെ ശരീരത്തിൽ രോമങ്ങൾ പാടില്ല. അതേപോലെ തന്നെ ഫസ്റ്റും സെക്കൻഡും കോട്ടടിച്ചതിന് ശേഷമാണ് പുലിയുടെ തല വയറിന്മേൽ വരയ്ക്കുക. ഇപ്പോൾ ഇത് നമ്മുടെ സ്വന്തം ചേട്ടനാണ്. അപ്പോൾ ആളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ പറയാനുണ്ട്. അതായത് ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ അതിരാവിലെ തന്നെ വന്ന് അതിനു വേണ്ടി സജ്ജമായിട്ട് ഓരോ കോട്ടുകളും അടിച്ചതിന് ശേഷമാണ് ഈ പുലി തല വരച്ചത്. അവസാന മിനുക്ക് പണികളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വളരെ ക്ഷമയോട് കൂടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിലാണ് ഇത് ചെയ്യുന്നത്. വളരെ അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് കാണുവാൻ, ഇപ്പം നമുക്ക് മറ്റുള്ള എല്ലാവരെയും കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിൻ്റെ കൂടെ ഒരു ഇൻകം ഉണ്ടെങ്കിലും ആ ഒരു പുലിയുടെ തല, അതും അദ്ദേഹത്തിൻ്റെ നമുക്ക് തന്നെ ഇപ്പോൾ കുറച്ച് വയറ് കൂടിക്കഴിഞ്ഞാൽ ഒരു അസ്വസ്ഥത ഉണ്ടായിരിക്കാം. പക്ഷെ ഇത്ര വലിയ ഒരു വയറും അതിന്മേ ഒരു പുലിയുടെ വലിയ ചിത്രങ്ങളും ഒക്കെ തല വരച്ച് കഴിയുക എന്ന് പറയുമ്പോഴേക്കും ആളെ ഒരുവിധ അവസ്ഥയിലാവും. അതിനുശേഷമാണ് പിന്നെ നമ്മൾ രംഗത്തേക്ക് ഇറങ്ങിയിട്ട്, അതായത് നഗരം ചുറ്റുന്ന ആ ഒരു രീതികളൊക്കെ വരുന്നത് അതിന് ശേഷമാണ്. ഇത് മറ്റൊരു പുലിയാണ്, അത് വൈറ്റ് ടൈഗറാണ്. അദ്ദേഹവും വലിയ കുഴപ്പമില്ലാത്ത, അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ പുലികളൊക്കെ ആയിട്ട് വരുന്ന ഒരു കാഴ്ചയാണ്. ഇതും അതുപോലെ തന്നെ ഡോളുകളാണ്. വളരെ ഇന്നസെൻസും അതുപോലെ തന്നെ ക്യൂട്ടായിട്ടുള്ള ഡോളുകൾ കാണാൻ വളരെ മനോഹരമാണ്. ചെറിയ കുട്ടികളായാലും അല്ല വലിയവരായാലും. അതുപോലെ സൗബിൻ്റെ ചിത്രങ്ങൾ നമ്മൾ റീലുകളിൽ കുറച്ച് ചെയ്തു. അതുപോലെ നമ്മുടെ സലീം കുമാർ, ഇവരൊക്കെ അതിനോടനുബന്ധിച്ച് തന്നെ അവരുടെ കയ്യിൻ്റെ ഓപ്ഷൻസ്, കയ്യിൻ്റെ ആ ഒരു എക്സ്പ്രഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചും കൂടിയും ഒരു റിയാലിറ്റി, അതായത് നമുക്ക് അദ്ദേഹത്തെ കണ്ട പോലത്തെ ഒരു ഫീൽ ചെയ്യുന്നു. അതുപോലെ തന്നെ അവരെ കൂടെ നിന്നിട്ട് ഫോട്ടോസ് എടുക്കാനും കുട്ടികളും മുതിർന്നവരും തല്ലുകൂടുന്നൊരു കാഴ്ചയും നമുക്കവിടെ കാണാൻ കഴിയും. കൊച്ചിൻ ഹനീഫയാണ് എന്നാണ് അവർ പറഞ്ഞത്. അതിലും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഇത് കെട്ടിയിട്ട് അടുന്ന ആളുകളായാലും ഇത് കെട്ടിയിട്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എഫർട്ട് എടുത്തിട്ട് ചെയ്യുന്നൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഓണത്തിന് ഇവരെല്ലാവരും നമ്മളുടെ പുലിക്കളിയുടെ കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ കാണുന്നത് കലാഭവൻ മണിയാണ്. ഓക്കെ, താങ്ക് യു.